വാഴ, റൈറ്റർ, ഡയറക്ടർ മാരി സെൽവരാജ്. സോ കർണൻ, പരിയേറും പെരുമാൾ, അതുപോലെ തന്നെ മാമന്, ഈ 3 സിനിമകളാണ് ആക്ച്വലി മാരി സെൽവരാജ് എടുത്തിട്ടുള്ളത്. സോ മാരി സെൽവരാജ് എഴുത്തിന്റെ ഭാഗമായിട്ടുള്ള പുള്ളി ഏതോ ഫോറപ്പിലൊക്കെ എഴുതിയിട്ടുള്ള കഥയാണെന്ന് വാഴ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത്. അതുപോലെ തന്നെ പുള്ളി ഒരു ഇന്റർവ്യൂവിൽ പറയുണ്ടായി, ഞാൻ സിനിമയിൽ വന്ന തന്നെ ഈ സിനിമ എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നത്. കാരണം എനിക്കത് കണ്ടപ്പോൾ തോന്നി, കാരണം ഒരു ഡെബ്യൂട്ടൻ്റ് ആയിട്ടുള്ള ഒരാൾ ഇങ്ങനെ ഒരു സിനിമ വന്ന് എടുക്കുന്ന സമയത്ത് എത്രമാത്രം തമിഴിൽ അത് പുള്ളിക്കൊരു പ്രൊഡ്യൂസറെ കിട്ടും എന്നുള്ളത് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ പുള്ളി പരിയേറും പെരുമാൾ പോലെ ഒരു സിനിമ പ്രൂവ് ചെയ്തു. അതിനുശേഷം കർണൻ ഒരു മെയിൻ സ്ട്രീം ഹൈ കൊമേഴ്ഷ്യൽ എന്നാൽ ഹാർഡ് ഹിറ്റിംഗ് ആയിട്ടുള്ള ഒരു സിനിമ എടുത്തു. അതിനുശേഷം മാമൻ പോലത്തെ ഒരു സിനിമ എടുത്തതിന് ശേഷമാണ് ആക്ച്വലി വാഴ എന്ന് പറയുന്ന സിനിമ എടുത്തത്. ഇത് ബേസ്ഡ് ഓൺ ട്രൂ ഇവൻസ് ആണ്. അപ്പം തന്നെ അറിയാം മാരി സെൽവരാജിന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള പുള്ളി ഓർത്തെടുത്ത കഥയാണെന്നുള്ളത് പുള്ളിക്കാരനെ ആക്ച്വലി ഈ സിനിമയിൽ പറയുന്നുണ്ട്. ആക്ച്വലി ഫ്രൂട്ട് ഓഫ് ലേബർ എന്നാണ് ആക്ച്വലി ഇതിൻ്റെ അകത്ത് വാഴ എന്ന് പറയുന്നതിനെ പറ്റിയിട്ട് പറയുന്നത്. കുടുംബത്തിൻ്റെ ചുറ്റുപാട് കാരണം പണിയെടുക്കാൻ വേണ്ടി പോകുന്ന കുട്ടികൾ എല്ലാവരും ഒരു സമൂഹം മൊത്തം ഒരു പെർട്ടിക്കുലർ കോൺട്രാക്ടറിന്റെ വാഴത്തോട്ടത്തിൽ വാഴ വെട്ടി തലയിൽ വെച്ചിട്ട് ലോറിയിലേക്ക് ലോഡ് ചെയ്യുന്ന ഒരാൾക്കാരുടെ ഒരു ജീവിത ശൈലിയും അവിടെ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് പഠിക്കാൻ വേണ്ടി പോകുകയും നന്നായി പഠിക്കുകയും ചെയ്തിട്ട് ഈ ശനിയും ഞായറും എന്തിനു വേണ്ടിയാണോ വരുന്നത്, ഈ വാഴ തലയിൽ വെച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ലേ വരുന്നത് എന്നുള്ള രീതിയിലേക്ക് പറയുമ്പം തന്നെ ഈ സിനിമയിലേക്ക് നമ്മൾ വീഴുകയാണ്. ഈ സിനിമയിലേക്ക് അത് അത്രയും ഹാർഡ് ഹിറ്റിംഗ് ആയിട്ട് ആക്ച്വലി ഈ സിനിമയുടെ ആ ഒരു ഇനീഷ്യൽ 20 minutes കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആക്ച്വലി മാരി സെൽവരാജിനെ പറ്റിയാണ്. നമ്മൾ അറിയാതെ തന്നെ ആ സിനിമയിലേക്ക് നമ്മൾ സ്ലിപ്പ് ആവുമെന്നൊക്കെ പറയുന്നില്ല. ആ രീതിയിലാണ് ആക്ച്വലി എനിക്ക് പേഴ്സണലി ഈ സിനിമ ഫീൽ ചെയ്തില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ കാസ്റ്റിസം അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരെ പറ്റി അങ്ങനത്തെ കഥകൾ എടുക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ ചിലതൊക്കെ ഓവർബോർഡ് ആയി പോകാറുണ്ട്, അല്ലെങ്കിൽ ഓവർഡു ചെയ്ത് പോകാറുണ്ടെന്നും ചില ആൾക്കാർക്ക് ഒട്ടും തന്നെ വിമർശനം ഏറ്റുവാങ്ങാൻ പറ്റാത്ത രീതി, അതായത് പുള്ളി അങ്ങനത്തെ ആൾക്കാരുടെ സിനിമയെ വിമർശിച്ചാൽ തന്നെ തെറ്റാണെന്നുള്ള രീതിയിലുള്ള ഒരു പെർസ്പെക്റ്റീവ് ഒക്കെയാണ്. പക്ഷെ അതിൽ നിന്നും കുറച്ചൊരു വ്യത്യസ്തമാണ് മാരി സെൽവരാജ് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. പുള്ളിക്കാരൻ അങ്ങനെ ഒരു അക്സെപ്റ്റൻസ് മനസ്സിലുള്ള ഒരാളാണെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാൽ പോലും എന്നിരുന്നാൽ പോലും അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് പുള്ളിക്കാരൻ എടുത്തിരിക്കുന്ന കണ്ടന്റ്സ് ഒക്കെ അത്രയും ഹാർഡ് ഹൈറ്റിംഗ് ആയിട്ടുള്ള കണ്ടന്റുകളായിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. ഈവൻ ദോ മാമനൻ എനിക്ക് സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് രാഷ്ട്രീയം പരിപാടിയൊക്കെ വന്നത് അത്ര വർക്കായില്ലെങ്കിലും കൂടിയും അതിലും പറയാൻ ശ്രമിച്ചത് പല സ്ഥലത്തും ഇവർക്ക് ഓവർബോർഡ് ചെയ്യാറുണ്ട്. പക്ഷേ വാഴ എന്നുള്ള സിനിമയിലേക്ക് വരുന്ന സമയത്ത് അങ്ങനെ ഒരു തലത്തിലേക്ക് എത്താതെ അങ്ങനെയുള്ള കുട്ടികളുടെ ഒരു അവസ്ഥ എന്തായിരിക്കും, അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് വ്യക്തമായിട്ട് കാണിക്കാൻ വേണ്ടി ആക്ച്വലി മാരി സെൽവരാജൻ ആക്ച്വലി വാഴയിലെ കൂടി പറ്റിയിട്ടുണ്ട്. സ്റ്റാറിങ് ഇതിനകത്ത് 2 മെയിൻ ആയിട്ടുള്ള ആൾക്കാരാണ് ഉള്ളത്. ഒന്ന് പൊൻവേൽ എന്ന് പറയുന്ന ഒരു ഡെബ്യൂട്ടൻ ആയിട്ടുള്ള പയ്യനും, അതുപോലെ തന്നെ രാഹുൽ എന്ന് പറയുന്ന ഡെബ്യൂട്ടൻ ആയിട്ടുള്ള പയ്യനും. ഇവർ ചെയ്തിരിക്കുന്ന റോൾ എന്ന് പറയുന്നത് ശേഖർ എന്നും, അതുപോലെ തന്നെ പൊൻവേൽ ചെയ്തിരുന്ന ക്യാരക്ടർ എന്നത് ശിവനന്ദൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. ഈ രണ്ട് കുട്ടികൾ തന്നെയാണ് ഈ സിനിമയുടെ ബേസിക് ആയിട്ടുള്ള. പിന്നെ അത് പോരാവുന്ന നിഖിലാഭിമുണ്ട്, കലയരസിലുണ്ട് മദ്രാസിലുള്ളത്, അതുപോലെ തന്നെ നമ്മുടെ ദിവ്യ സെൽവരാജ് ഉണ്ട്. അങ്ങനെ ഒരുപാട് അങ്ങനെ ബേസിക് കുറച്ച് നമുക്ക് അറിയുന്ന ആൾക്കാരും ഈ സിനിമേൻ്റെ അകത്ത് ഉണ്ട്. ഇതിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ആക്ച്വലി ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരുടെ ഒരു റൂട്ടഡ് ആയിട്ടുള്ള ഒരു ആക്ടിങ് ഉണ്ടല്ലോ. അതായത് ഇവർക്ക് പുറമെ നമ്മൾ ഇതുവരെ കാണാത്ത ആൾക്കാരുടെ അതിഗംഭീരമായിട്ടുള്ള പ്രകടനം ആക്ച്വലി ഈ സിനിമേൻ്റെ അകത്തുണ്ട്. അതുപോലെ തന്നെ ഈ പൊൻവേൽ എന്ന് പറയുന്ന രാഹുൽ എന്ന് പറയുന്ന ഈ 2 ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഒരു കെമിസ്ട്രി എനിക്ക് തോന്നുന്നു മാരി സെൽവരാജിന്റെ ഫ്രണ്ട് ആവാൻ തന്നെയാണ് ചാൻസ്. അപ്പോൾ അത്തരത്തിലുള്ള ഈ കമലിനെ പറ്റിയിട്ടും രജനീനെ പറ്റിയിട്ടുള്ള ഒരു ടോക്കും കാര്യങ്ങളും അതൊക്കെ നല്ല രസമുള്ള നല്ല രസമായിട്ട് എനിക്ക് ആക്ച്വലി ആ സിനിമ കണ്ട് അവസാനം വരെ തീർക്കാൻ വേണ്ടിയിട്ട് പറ്റി. രസത്തിൻ്റെ കൂടെ തന്നെ ഈ സിനിമ അവസാനത്തിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു പെയിൻ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം മേ ബി ഞാൻ ഇതിൻ്റെ ട്രെയിലറൊക്കെ ഞാൻ കണ്ടതാണ്. പല കാരണങ്ങൾ കൊണ്ട് എനിക്കിത് ലാസ്റ്റ് വീക്ക് കാണാൻ വേണ്ടി പറ്റിയില്ല. പക്ഷേ നിയാനാര എന്ന് പറയുന്നൊരു ഷോ വന്ന് അതിൻ്റെ അകത്ത് ഇപ്പോഴും ഇങ്ങനത്തെ ആൾക്കാരുണ്ട് എന്ന് മനസ്സിലാക്കി ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഈ വാഴ തലയിൽ വെച്ച് ചുമക്കുന്ന ആൾക്കാർ ഇപ്പോഴും കുട്ടികളിലുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഒന്നുകൂടി എനിക്ക് ഈ സിനിമ ആക്ച്വലി ഓക്കെ ഇതെന്തായാലും കാണണം എന്നുള്ളൊരു ഫീൽ ഉണ്ട്. അതുമാത്രമല്ല മാരി സെൽവരാജിന്റെ ഇന്റർവ്യൂ മ്യൂസിക് ചെയ്തിട്ടുള്ളത് സന്തോഷ് നാരായണാണ്. സന്തോഷ് നാരായണൻ എന്താ പറയുക, ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ഒരു വയലന്റ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ക്ലൈമാക്സിലോട്ട് വരുമ്പോൾ പാട്ടുകൾ
എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് സന്തോഷ് നാരായണൻ ആക്ച്വലി ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എഡിറ്റർ എന്ന് പറയുന്നത് സൂര്യ എന്ന് പറയുന്ന പുള്ളിക്കാരൻ, സൂര്യ പ്രഥമൻ എന്ന് പറയുന്ന പുള്ളിക്കാരനാണ് ചെയ്തിട്ടുള്ളത്. വളരെ ഗംഭീരമായിട്ട് തോന്നുന്നു. ഒരു സ്ഥലത്ത് പോലും നമുക്കൊരു എന്താ പറയുക, ഇത് ഞാൻ പറഞ്ഞത് ഒരു ഭയങ്കര സ്ലോ ആയിട്ടുള്ളൊരു മേക്കിംഗ് ആണ്. എന്നാൽ പോലും ഒരു സ്ഥലത്ത് പോലും നമുക്ക് അതിൻ്റെ ഒരു ലാഗ് അല്ലെങ്കിൽ അത് ഇങ്ങനെ ഏച്ച് വെട്ടി വലിക്കുന്ന പോലെ നമുക്ക് ഒരു സ്ഥലത്തും ഫീൽ ചെയ്യാം. വളരെ ചെറിയൊരു ത്രെഡാണ് ആക്ച്വലി. ആ ചെറിയൊരു ത്രെഡ്, ഒരു നടന്ന സംഭവത്തിന് വിഷയത്തിൽ ചെറിയൊരു ത്രെഡ് ഇത്രയും ഇലോങ്ങേറ്റ് ചെയ്യുന്ന സമയത്ത് ഒട്ടും ബോറടിപ്പിക്കാത്ത രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും. എന്നാൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം, ഇവിടെ ഇങ്ങനെയായിരുന്നു, ഇങ്ങനെ തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് ശക്തമായിട്ട് ആക്ച്വലി മാരി സെൽവരാജ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഞാൻ ഒരിക്കലും അങ്ങനെ ഞാൻ പറയില്ല, ഒരു എക്സ്ട്രീമിസം ആയിട്ടുള്ള ഒരു പരിപാടിയിലേക്ക് പോകുന്ന സമയത്ത് എപ്പോഴും ഏത് കാര്യത്തിലായാലും എനിക്ക് ചെറിയൊരു എതിരഭിപ്രായം വരാറുണ്ട്. പക്ഷേ ഇതൊക്കെ ഭയങ്കര റൂട്ടഡ് ആയിട്ടും ശരിക്കും എന്താ പറയുക, മനസ്സ് തൊട്ട് എഴുതിയിട്ടുള്ള പുള്ളിയുടെ ലൈഫിൽ നിന്ന് എടുത്തിട്ടുള്ള കാര്യമായിട്ട് തന്നെ നമുക്ക് അത്രയും ഭയങ്കരമായിട്ട് അത്രയും ജെന്യുവനായിട്ട് പുള്ളി ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. എന്താ പറയുക, എല്ലാവരും, അതായത് ഇതിൻ്റെ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതായത് ഈ പൊൻവേൽ എന്ന് പറയുന്ന അമ്മയുടെ ക്യാരക്ടർ ഉണ്ട്, അതുപോലെ തന്നെ കലയരസനായി കഴിഞ്ഞാലും പിന്നെ എല്ലാവരും. തേനി ഈശ്വറാണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി ചെയ്തിട്ടുള്ളത്, ഗംഭീരമായിട്ടുള്ള സിനിമാറ്റോഗ്രഫി. അത് പറയാം, ഞാൻ പറയില്ല, ഇതൊരു ഭയങ്കര ഹാർഡ് ഹിറ്റിംഗ് ആയിട്ട് നീ ചാവട എന്ന രീതിയിലുള്ളൊരു മേക്കിംഗ് അല്ല ഇത്. നമുക്കൊരു ചെറിയൊരു എന്താ പറയുക, ഒരു സന്തോഷം തരുന്നുണ്ട് ഈ സിനിമ ആദ്യത്തെ ഹാഫ് ഫിലിം കാര്യങ്ങൾക്ക്. പക്ഷേ അവസാനത്തേക്ക് വരുന്ന സമയത്ത് ഓക്കെ, നടന്ന സംഭവമാണ്, നമ്മളത് കാണിച്ചേ പറ്റുന്നത്. നിഖില വിമൽ പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യം, കാരണം പുള്ളിക്കാരി തന്നെയാണ് ഡബ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ഭംഗി ആക്ച്വലി ഈ സിനിമേൻ്റെ അകത്ത് ഭയങ്കരമായിട്ടുണ്ട്. കാരണം പുള്ളിക്കാരി ഭയങ്കര രസമുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര സൂപ്പറായിട്ട് ആക്ച്വലി പുള്ളിക്കാരി ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആക്ച്വലി നിഖില വിമലിൻ്റെ ക്യാരക്ടർ. ആകെ മൊത്തത്തിൽ വാഴൈ എന്ന് പറയുന്ന സിനിമ അൺഡൗട്ടഡ്ലി ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഈ വർഷത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ഭയങ്കര ഹാർഡ് ഹിറ്റിംഗ് ആയിട്ടുള്ള, ഭയങ്കര എന്താ പറയുക, ഒരു പെയിനോടെ അല്ലാണ്ട് നമുക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റാത്ത രീതിയിൽ ബാലയൊക്കെ വന്നിട്ട് മാരി സെൽവരാജിനെ കൈ പിടിച്ച് കരഞ്ഞതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നു. അത്രയും എനിക്ക് ഭയങ്കര പേഴ്സണലി കണക്ട് ആയി. നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റില്ല. എന്നാൽ ഇങ്ങനത്തെ ഉള്ള ആൾക്കാർ ഇപ്പോഴും എന്നെക്കാട്ടും എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അങ്ങനെ ഒരു അവസ്ഥ. കാരണം ശനിയും ഞായറും എന്തിനാണ് വരുന്നത് എന്ന് രണ്ട് കുട്ടികൾ പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. പണ്ടത്തെ കാലഘട്ടത്തിലുള്ള കഥയാണ്, പക്ഷെ ഇത് ഇപ്പോഴും സംഭവിക്കുന്നുണ്ട്, ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോഴും ഞാനൊരു ടോക്ക് ഷോ നിങ്ങൾ കാണാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കാണണം. അതും ഗംഭീരമായിട്ടുള്ളൊരു ഇനീഷ്യേറ്റീവാണ് ആക്ച്വലി വിജയ് TV എടുത്തിട്ടുള്ളത്. സോ വാഴൈ നമ്മൾ ഹോട്ട്സ്റ്റാറാണ് ആക്ച്വലി ഇതിൻ്റെ പ്രൊഡക്ഷൻ. സോ പെട്ടെന്ന് തന്നെ OTT വരും. സോ വരുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും ഇതിന് ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഈ സിനിമ കാണാൻ വേണ്ടി ശ്രമിക്കണം. ഈ സിനിമ നിങ്ങൾക്ക് നല്ലൊരു അനുഭവം തരും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഒപ്പം ഒരു ചെറിയൊരു പെയിനും നിങ്ങളുടെ ഉള്ളിലേക്ക് ബാക്കി വെക്കും. കാരണം ഞാനിത് ഇപ്പം തന്നെ എടുക്കാനുള്ള കാരണം വെച്ചാൽ എനിക്ക് അത്രയും വന്നിട്ട് അത് ഒരു ഭയങ്കരമായിട്ടുള്ള എഫക്റ്റ് എനിക്ക് സിനിമേൻ്റെ അകത്ത് ഉണ്ടായിട്ടുണ്ട്. സോ ഡു വാച്ച് വാഴൈ ഇൻ തിയേറ്റേഴ്സ്.